ലോക ടൂറിസം ഭൂപടത്തിൽ നിന്ന് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയില്ലാത്ത ഒരു മാപ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അത്തരത്തിൽ പോവുകയാണ്. അത്തരത്തിൽ വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ആ രാജ്യം. തീർച്ചയായിട്ടും അങ്ങനെ പോവുകയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. മുഴുവൻ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, വെറുതെ പറയുന്നതല്ല. കണക്കുകൾ കൃത്യമായി സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ കൂപ്പുകുത്തൽ. അമേരിക്ക പോയ വേനൽക്കാലമുണ്ടല്ലോ, ആ വേനൽക്കാലത്ത് അമേരിക്കയിലെ ഹോട്ടൽ മുറികളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അമേരിക്ക പോലെ മനോഹരമായ ഭൂപ്രകൃതിയുള്ള ഒരു പ്രദേശം, അവിടെ ഇല്ലാത്തതൊന്നുമില്ല. ആ പറയുന്ന വേനൽക്കാലത്തിൻ്റെ മാധുര്യം നുകരാനായിട്ട് എത്തുന്ന സഞ്ചാരികൾ ലക്ഷക്കണക്കിനാണ് എത്തിക്കൊണ്ടിരുന്നത്. ആ ലക്ഷക്കണക്കിന് സഞ്ചാരികളെല്ലാം തന്നെ അമേരിക്കയെ കൈയൊഴിയുന്ന അവസ്ഥയാണ് വരുന്നത്. ഒഴിഞ്ഞ ഹോട്ടലുകൾ, വരുമാനം തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ. ടൂറിസത്തിൽ മാത്രം 12.5 ബില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്ക പുറത്തുവിട്ട കണക്കുകൾ തന്നെയാണ്. വലിയ നഷ്ടം, ഭീമമായ നഷ്ടം. ജൂണിൽ ഹോട്ടലുകളെ ആശ്രയിക്കുന്നത് 14.9% കുറഞ്ഞിട്ടുണ്ട്. ആളുകൾ ഹോട്ടൽ ഉപയോഗിക്കുന്നത് 14.9% കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മാസത്തിലാണ്. ജൂലൈ ആയപ്പോൾ അത് ഏതാണ്ട് 3 ഇരട്ടിയോളം കടന്നു എന്നുള്ള 66.7% ആയി അത് ഇടിഞ്ഞു. $200 ഉണ്ടായിരുന്ന അമേരിക്കയിലെ ശരാശരി അമേരിക്കൻ ഹോട്ടൽ റൂമുകൾ $163 പോലും എടുക്കാൻ ആളില്ലാത്ത അവസ്ഥയായി. അതായത് അവിടുത്തെ ഹോട്ടൽ റൂമുകളൊന്നും ആൾക്കാർ എടുക്കുന്നില്ല. ജാപ്പനീസ് സഞ്ചാരികളുണ്ടായിരുന്നു. അമേരിക്കയിലേക്ക് എത്തുന്ന സഞ്ചാരികളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വിഭാഗം ജപ്പാൻകാരാണ്. ജപ്പാൻകാർക്ക് കാരണം അങ്ങ് കിഴക്കോട്ട് പറന്നാൽ മതിയല്ലോ, ജപ്പാനിൽ നിന്ന് നേരെ അമേരിക്കയിലേക്ക്. അപ്പോൾ പറയുന്ന പസഫിക് ഓഷൻ താണ്ടിക്കഴിഞ്ഞാൽ അമേരിക്കയിലെത്തും. അവിടെ അമേരിക്കയിലേക്ക് എത്തിയിരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം 2019 അപേക്ഷിച്ച് പകുതിയായി കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ഘട്ടത്തിലും അമേരിക്കയിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം വലിയ തോതിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള. പകുതിയായിട്ടൊക്കെ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കുറവല്ല അത് വരുത്തുന്നത്. വരുമാനത്തിന് അത്രയേറെ നഷ്ടമുണ്ടാകുന്നു എന്നുള്ളതാണ്. റെസ്റ്റോറൻറ്റ്, എയർലൈൻ, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെല്ലാം തന്നെ വൻ ഇടിവാണ്. നിശബ്ദമായി കിടക്കുന്ന എയർപോർട്ടുകൾ അമേരിക്കയിൽ പോയാൽ കാണാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പറയുന്ന കാര്യം. 6 മാസത്തിനിടെ 250 വിമാനങ്ങൾ, 6 മാസം കൊണ്ട് 250 വിമാനങ്ങൾ അമേരിക്കയിൽ റദ്ദാക്കപ്പെട്ടു. ആളില്ല, പറന്നിറങ്ങാനായിട്ട് വിനോദസഞ്ചാരികളില്ലാതെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ അമേരിക്കയെ ഒഴിവാക്കി. പ്രതീക്ഷിച്ചതിനേക്കാൾ 3.1 ദശലക്ഷം കുറവാണ് അന്താരാഷ്ട്ര സന്ദർശകരിൽ നിന്ന് അമേരിക്കയിലുണ്ടായത്. അതായത് $4 ബില്യൺ വരുമാന നഷ്ടം അന്താരാഷ്ട്ര സന്ദർശകരിൽ നിന്നുണ്ടായി. തദ്ദേശീയമായിട്ടുള്ള ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ കാര്യം മാത്രമല്ല പറയുന്നത്, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന ഇടിവാണ്. ലോസ് ആഞ്ചലസ്, ഒർലാൻഡോ എന്നിവിടങ്ങളിൽ സഞ്ചാരികളുടെ എണ്ണം 25 മുതൽ 30% വരെ കുറഞ്ഞു. അതായത് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അമേരിക്കയിൽ പോയിട്ട് വന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഭംഗിയും സൗന്ദര്യവും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും, ആ പകിട്ടൊന്നും ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. നമ്മളുടെ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ കണ്ടു വളരുന്നതാണ് ഡിസ്നി വേൾഡ്, ഡിസ്നിയുടെ കാർട്ടൂണുകളൊക്കെ. അപ്പോൾ ഡിസ്നി വേൾഡിലേക്കുള്ള അന്താരാഷ്ട്ര ബുക്കിംഗ് 38% ഇടിഞ്ഞത്. 1-2% അല്ല ഇടിഞ്ഞത്, 38% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റഷ്യയും യൂറോപ്പും അമേരിക്കയെ കൈയൊഴിയുന്നു എന്നുള്ളതാണ്. റഷ്യക്കാരും യൂറോപ്യൻകാരും അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. റഷ്യ പൂർണ്ണമായിട്ടും, റഷ്യയിൽ അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ വാങ്ങാറില്ല. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ വാങ്ങിയില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അതായത് ജപ്പാനിൽ അമേരിക്ക അണുബോംബ് വിട്ടല്ലോ. ഇപ്പോൾ ജപ്പാൻ്റെ ഏറ്റവും അടുത്ത രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. കാരണം ജപ്പാൻ്റെ കയ്യിരിപ്പുണ്ടാകുന്ന ജപ്പാനും അറിയാം. പക്ഷേ അന്ന് അണുബോംബ് വിട്ടതിന് ശേഷം അതൊരു കൊടും ക്രൂരതയായിരുന്നു അമേരിക്ക ചെയ്തത്. ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് അമേരിക്ക ചെയ്തത്. മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയില്ലാത്തൊരു വൃത്തികെട്ട നികൃഷ്ട ജീവിക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അത് അമേരിക്ക ചെയ്തു വന്ന്. എന്തായാലും അങ്ങനെ ചെയ്ത അമേരിക്ക ഈ ജപ്പാൻകാരോട് കാണിച്ചപ്പോൾ ജപ്പാൻകാർ തിരിച്ചെന്താ ചെയ്തതെന്ന് അറിയാമോ? നിങ്ങൾ ജപ്പാനിൽ പോയിട്ട് അമേരിക്കൻ പ്രോഡക്റ്റ് ഒന്നുപോലും നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടില്ല. അഥവാ കിട്ടിയാൽ തന്നെ നിങ്ങൾ വാങ്ങിയാലും ജപ്പാൻകാരത് വാങ്ങില്ല. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ അമേരിക്കൻ പ്രോഡക്റ്റ് ആയിരിക്കുമെങ്കിൽ അവരെടുക്കില്ല. അവർ ജപ്പാനിലെ മാർക്കറ്റ് പിടിക്കാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് കഴിയില്ല. കാരണം അവരത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞതാണ്. അവർക്കത് വേണ്ട. കാരണം ഞങ്ങളുടെ നെഞ്ചിലേക്ക് 2 അണുബോംബിട്ട ആൾക്കാരാണ്. അതിൻ്റെ മുറിവുകൾ ഇന്നും ഉണങ്ങാതെ ആ മനുഷ്യർ ജീവിക്കുമ്പോൾ അവർ പറയുമോ, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ്, നിങ്ങളുണ്ടാക്കുന്ന നമ്മളുടെ ഉറ്റവരെയും ഉടയവരെയും മൊത്തം കൊന്നു കളഞ്ഞവരുടെ പ്രോഡക്റ്റ് വാങ്ങും? അതേപോലെയാണ്
റഷ്യക്ക് ഏറ്റവും കൂടുതൽ ആക്രമണം കൊടുത്ത 100,000-ലേറെ പേർ റഷ്യയിൽ 1.5 ലക്ഷത്തിലേറെ ആൾക്കാർ മരിച്ചു എന്നാണ് പറയുന്നത് ഈ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ. അതിനൊക്കെ മൊത്തം കാരണം അമേരിക്കയിൽ ആയുധം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ റഷ്യക്കാർ പിന്നെ അമേരിക്കൻ പ്രോഡക്റ്റ് വാങ്ങുമോ? ഇപ്പോൾ മോസ്കോ മുതൽ വ്ളാഡിവോസ്റ്റോക്ക് വരെ നീണ്ടു കിടക്കുന്ന ആ പറയുന്ന റഷ്യ ഉണ്ടല്ലോ, ഒരു ഭൂഖണ്ഡം മുതൽ മറ്റേ ഭൂഖണ്ഡം വരെ നീണ്ടു കിടക്കുന്ന റഷ്യ. ആ റഷ്യയിലെ ജനങ്ങൾ ആരും തന്നെ, വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റേൺ ഭാഗത്തുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ ആ വ്ളാഡിവോസ്റ്റോക്ക് വരെയുള്ള പ്രദേശത്തെ ഒരു മനുഷ്യരും അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഒന്നുപോലും ഉപയോഗിക്കുന്നില്ല. അതിൽ തന്നെ അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴാണ് യൂറോപ്യൻസ് അമേരിക്കയെ ഒഴിവാക്കുന്നത്. എന്താണ് അമേരിക്ക ഒഴിവാക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അമേരിക്ക കൊണ്ടുവന്ന ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ യൂറോപ്പിനെ ബാധിച്ചു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻകാർക്ക് അമേരിക്ക ഇപ്പോൾ കട്ടുകൂടാ. പശ്ചിമ യൂറോപ്പിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം 17% ഇടിഞ്ഞു എന്നുള്ളതാണ്. 1-2 അല്ല, 17% ഇടിഞ്ഞത്. ജർമ്മനിയിൽ നിന്നുള്ളത് 30% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ ഇടിവുണ്ടായിട്ടുണ്ട്. യാത്രക്കാർ കുറഞ്ഞ വിലയുള്ള സാധനങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റിന് വില കൂടിയ മറ്റൊന്ന് വാങ്ങുമല്ലോ, ഇത് അതുകൊണ്ടല്ല. വില കൂടുതലാണ്, ചിലവ് കൂടുതലാണെന്ന് വിചാരിച്ചിട്ടല്ല യൂറോപ്യൻസ് അമേരിക്കയിൽ പോകുന്നത് നിർത്തിയത്. അവർക്ക് അമേരിക്കയിലുള്ള വിശ്വാസ്യത ഇല്ലാതായി എന്നുള്ളത് കൊണ്ടാണ്. അമേരിക്കയോടുള്ള വിശ്വാസ്യത ഇല്ലാതെ, എങ്ങനെ വിശ്വാസ്യത ഇല്ലാതെ? അമേരിക്കയുടെ നിലപാട് കൊണ്ടാണ്. ഈ ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചനയിലാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അമേരിക്കയിലേക്കുള്ള യാത്ര പൂർണ്ണമായിട്ടും നിർത്തിവെച്ചു എന്ന് വേണമെങ്കിൽ പറയാം അവരെല്ലാവരും. യാത്രാ മുന്നറിയിപ്പുകൾ, ഉയർന്ന ചെലവ്, ഇതൊക്കെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് കുറേ പേര് അമേരിക്ക വേണ്ട, അവന്മാരുടെ നയം ശരിയല്ല, അവന്മാർ ശരിയല്ലാത്ത രാജ്യമാണെന്ന് മനസ്സിലാക്കുന്നെങ്കിൽ ചിലർ ജർമ്മനി പറയുന്നുണ്ട് വിസയുണ്ടെങ്കിലും പ്രവേശനം ഉറപ്പില്ലാത്ത ഒരു രാജ്യമാണ് അമേരിക്ക. ബ്രിട്ടൻ പറയുന്ന വിമാനത്താവളങ്ങളിൽ നിങ്ങൾ തടഞ്ഞു വയ്ക്കപ്പെടാം, അവിടേക്ക് വിസ കിട്ടിപ്പോയാലും നിങ്ങൾ അവിടെ തടഞ്ഞു വയ്പ്പിക്കപ്പെടാം. ജപ്പാൻകാർക്ക് സുരക്ഷ ആശങ്കയുണ്ട്, കാരണം വഴിയിൽ വെടിവയ്പ്പുണ്ടാകാം, എല്ലാവർക്കും തോക്ക് കൊടുത്തിരിക്കുന്ന രാജ്യമാണ്. ടെക്സാസിലേക്ക് നിങ്ങൾ ചെല്ലുക, ടെക്സാസിലെ നഗരത്തിൽ തോക്കുമേന്തി നടക്കുന്ന സാധാരണക്കാരെ കാണാം. അത് ചെറിയ പിസ്റ്റളല്ല, റൈഫിളും കൊണ്ട് നടക്കുന്ന ആൾക്കാരെ കാണാം. അപ്പോൾ സുരക്ഷിതമല്ല. നമ്മളിപ്പോൾ പറയുമല്ലോ ഇറാനിൽ പോയാൽ അല്ലെങ്കിൽ ഇറാഖിൽ പോയാൽ നിങ്ങൾ ജീവനോടെ തിരിച്ചു വരുമെന്ന് നമുക്കറിഞ്ഞൂടെ, എപ്പോൾ ബോംബ് വീഴും. പക്ഷേ അമേരിക്കയിൽ എപ്പോൾ വെടിയേറ്റ് മരിക്കും എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു രാജ്യമാണ്. എല്ലാവർക്കും തോക്ക് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ കയറി മാർക്ക് കുറഞ്ഞാൽ സ്കൂളിൽ കയറി അധ്യാപകരെയും സഹപാഠികളെ അടക്കം വെടിവെച്ച് കൊല്ലാനായിട്ട് ഒരുത്തം വരും. അപ്പോൾ ഇത്തരത്തിലുള്ള വെടിവയ്പ് നടക്കുന്ന സ്കൂളുകൾ, വെടിവയ്പ് നടക്കുന്ന നഗരങ്ങൾ, വെടിവയ്പ് നടക്കുന്ന ഹോട്ടലുകൾ, ബാറുകൾ, ഇതെല്ലാം അമേരിക്കയിലെ നിത്യ കാഴ്ചയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ പട്ടാളങ്ങളിലേക്ക് ട്രംപ് പട്ടാളത്തെ അയച്ചിരിക്കുന്നത്. അതും ട്രംപിൻ്റെ എതിരാളികളായിട്ടുള്ള ഡെമോക്രാറ്റുകൾ കൂടുതലുള്ള നഗരങ്ങളിലേക്ക്. അപ്പോൾ മനസ്സിലാവുമല്ലോ അവിടുത്തെ അസന്തുലിതാവസ്ഥ, രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും അസന്തുലിതമായ രാഷ്ട്രീയ അവസ്ഥയിൽ കൂടെ അമേരിക്ക കടന്നു പോകുന്നു. അമേരിക്കയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകാം. അവിടുത്തെ സ്റ്റേറ്റുകൾ മറ്റ് രാജ്യങ്ങളായി തന്നെ മുറിഞ്ഞു പോകാനുള്ള സാധ്യതയും വിദൂരമല്ല എന്നുള്ളതാണ്. അമേരിക്ക പ്രവചനാതീതമായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നാണ് ഫ്രാൻസ് പറയുന്നത്. എല്ലാം കൊണ്ടും ഈ പറയുന്ന വെടിവയ്പ്പുണ്ടാകാം, എന്തെങ്കിലും അപകടങ്ങളുണ്ടാകാം, നിങ്ങളൊട്ടും സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യത്തേക്ക് വിനോദസഞ്ചാരികൾ പോകും. നമ്മൾ സന്തോഷത്തിനാണ് പോകുന്നത്. അവിടെ ഈ പറയുന്ന ഒരു വെടിവയ്പ്പുണ്ടാകും, കൊല്ലപ്പെടാം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങോട്ടേക്ക് പോകും. അതുകൊണ്ട് അമേരിക്ക സുരക്ഷിതമല്ല എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, വാഷിങ്ടണിലേക്ക് നിങ്ങൾക്ക് കയറണമെങ്കിൽ $250 വിസ ഫീസ് കൂടെ കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അന്യായമായി പണപ്പിരിവ് ഇങ്ങനെ നടത്തുന്ന രാജ്യമാണ് അമേരിക്ക എന്നുള്ളതാണ്. ഓരോ അന്താരാഷ്ട്ര യാത്രക്കാരനും $40,000 ഏതാണ്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത്രയും വലിയ കോടിക്കണക്കിന് ബില്യൺ ഡോളറുകൾ ഇങ്ങനെ അമേരിക്കയ്ക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ലോക ജനതയ്ക്കാണ് ഇപ്പോൾ അമേരിക്കയിലുള്ള മേലുള്ള ഈ പറയുന്ന ബഹിഷ്കരണം വരുന്ന, അമേരിക്കയെ ഇഷ്ടമല്ലാതാവുന്നത്, വിശ്വാസമില്ലാതാവുന്നത്, നഷ്ടപ്പെട്ട ജോലി, അവിടുത്തെ ഹോട്ടലുകളിലെ തൊഴിലാളികൾക്ക് മൊത്തം ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, നികുതി നഷ്ടങ്ങൾ ഉൾപ്പെടെ 2025 ആകെ നഷ്ടം $64 ബില്യൺ എത്തി എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത്. അത്രയേറെ തകർന്ന അവസ്ഥയിലാണ് അമേരിക്ക പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. ഒരു കാരണവശാലും ലോകരാജ്യങ്ങൾക്ക് ആർക്കും ഇപ്പോൾ അമേരിക്ക വിശ്വാസമില്ല. 2026 ലോകകപ്പിന് വേണ്ടി അമേരിക്ക തയ്യാറെടുക്കുന്നുണ്ട്. ആ ലോകകപ്പിൽ അമേരിക്ക പ്രതീക്ഷിക്കുന്നതിൻ്റെ പകുതി പേര് പോലും എത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം.
അതായത് ലോകകപ്പ് നടക്കാൻ പോകുന്നു, പക്ഷേ ഒരു രാജ്യത്ത് നിന്ന് എത്ര പേര് എത്തും എന്നുള്ളതിനൊരു കണക്കുണ്ടാവുമല്ലോ, അത്ര പേരും അതിൻ്റെ പകുതി പോലും ഒരു 30% താഴെ ആൾക്കാർ അമേരിക്കയിലേക്ക് എത്തിയാൽ എത്തി എന്ന് പറയാം. അമേരിക്കയിലെ ഗ്യാലറികൾ മുഴുവൻ ഒഴിഞ്ഞു കിടക്കും എന്നുള്ളതാണ് പറയുന്നത്. കാരണം യൂറോപ്യൻസിന് ഇപ്പം ഇഷ്ടമല്ല, റഷ്യക്കാർക്ക് ഇഷ്ടമല്ല, വെസ്റ്റ് ഏഷ്യക്കാർക്ക് ഇഷ്ടമല്ല. കാരണം അറബ് ലോകത്തെ മുഴുവൻ ചതിച്ച രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ആ അറബ് ലോകത്തിൽ നിന്ന് ആരും പോയില്ല. ജൂതന്മാർക്ക് പോലും ഇപ്പോൾ അമേരിക്ക കണ്ടുകൂട്ടാതിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജൂത സംരംഭകർ എല്ലാം തന്നെ അമേരിക്ക വിട്ട് മറ്റ് രാജ്യങ്ങൾ, അവർ ചൈനയിലോ ഇന്ത്യയിലോ റഷ്യയിലോ വേണമെങ്കിൽ തുടങ്ങാം, പക്ഷേ അമേരിക്കയിൽ തുടങ്ങാൻ കഴിയില്ല എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും അമേരിക്കയുടെ ഈ പറയുന്ന നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു കിട്ടാനായിട്ട് വർഷങ്ങളെടുത്തേക്കും. ഇന്ത്യയോട് കാണിച്ചത് നമുക്കറിയാമല്ലോ. ഇന്ത്യയോട് കാണിച്ചത് എന്താ? ഈ പറയുന്ന തീരുവ യുദ്ധം പ്രഖ്യാപിച്ച് സൗഹൃദമായിട്ടിരിക്കേണ്ട ഒരു രാജ്യത്തിൻ്റെ, ഇല്ലെങ്കിൽ ഇത്രയും വലിയ വികസന കുതിപ്പിലേക്ക് കടക്കുന്ന ഒരു രാജ്യത്തിനോട് അനിയന്ത്രിതമായിട്ടുള്ള ഒരു താരിഫ് ചുമത്താനും യുദ്ധപ്രഖ്യാപനത്തിനും വന്ന അമേരിക്ക വലിയ വില കൊടുക്കേണ്ടി വരുന്നു. തകർന്നടിയുന്ന രാജ്യം. ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് പോകാത്ത ഒരു നിലപാടിലേക്ക് എത്തുന്നു. കാരണം എന്താ? ഈ താരിഫ് ഏർപ്പെടുത്തി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ താരിഫാണ്. അതിൻ്റെ നഷ്ടം ആരാ സഹിക്കേണ്ടത്? നമ്മുടെ കേരളത്തിലൊന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ കശുവണ്ടി മേഖല, കശുവണ്ടി ഇവിടുന്ന് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അവർ അനുഭവിക്കേണ്ടി വരും. ഇനി കശുവണ്ടി മേഖല മലയോര മേഖലയെ മാത്രമല്ല ബാധിക്കുന്നത്, ഈ തൊഴിലാളികളെ മൊത്തം ബാധിക്കും. അതായത് കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള തൊഴിലാളികളെ മൊത്തം ബാധിക്കും. ഈ പറയുന്ന ഇന്ത്യൻ മറ്റ് പ്രോഡക്റ്റ്, ചെമ്മീൻ അടക്കമുള്ള പ്രോഡക്റ്റുകൾ, നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തും ഇതിൻ്റെ പ്രോഡക്റ്റുകളുണ്ട്, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. നമ്മുടെ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മുഴുവൻ ആക്രമണം നടത്തിയവരോട് മുസ്ലിങ്ങൾ പൊറുക്കുമോ? അങ്ങോട്ടേക്ക് ചെല്ലുമോ? അപ്പോൾ ഇങ്ങനെ ഓരോ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന തീരുമാനം എടുത്ത അമേരിക്കയോട് ഇന്ത്യയിലെ ഒരു ജനതയും ഒരിക്കലും പൊറുക്കില്ല എന്നുള്ളതാണ്. സിഖുകാർക്കൊക്കെ നിരന്തരമായിട്ടുള്ള വിയോജിപ്പ് ഈ അമേരിക്ക ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ട രാജ്യത്തിനോട് ഇനി യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്ന് ലോകരാജ്യങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്കയുടെ തകർച്ച സമ്പൂർണ്ണമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.